വീണ്ടും എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡിസംബർ ആയല്ലോ. ഇപ്പോൾ കൊച്ചിയിൽ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് ബ്രോഡ്വേ. അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് എന്നറിയപ്പെടുന്ന മേത്തർ ബസാറാണ് മെയിൻ സ്പോട്ട് വരുന്നത്. കണ്ടെയ്നർ റോട്ടിൽ കൂടെയാണ് നമ്മുടെ ഈ യാത്ര. റൈറ്റ് സൈഡിൽ കാണുന്നത് കായലും അതിൻ്റെ അപ്പുറം കാണുന്നത് വല്ലാർപാടം ടെർമിനലാണ്. ഈ എറണാകുളം ടൗണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാട്ടോ എനിക്കിത് കണ്ടെയ്നർ റോഡ്. അധികം ട്രാഫിക് ബ്ലോക്കും ഇല്ല, നല്ല സീനിക് ആയിട്ടുള്ള റോഡുമാണിത്. കായലിന്റെ തീരത്തൂടെ തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു വഴി ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ മുന്നിൽ കാണുന്ന ആ വലിയ ബിൽഡിംഗ് ലുലു ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലാണ്. ഈ കാണുന്ന ഭാഗത്താണ് ന്യൂ മറൈൻ ഡ്രൈവ്. നമ്മളിപ്പോ മറൈൻ ഡ്രൈവിന്റെ ഓൾഡ് മറൈൻ ഡ്രൈവിന്റെ ആ ഭാഗത്താണ്. അപ്പോൾ ഇതിന്റെ ഈ ബിൽഡിങ്ങുകളുടെ ബേക്കിലാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത്, ബ്രോഡ്വേ. അപ്പോൾ അവിടെയാണ് നമ്മൾ ക്രിസ്മസിന്റെ മെയിൻ സ്പോട്ട് വരുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. മാർക്കറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാ കടകളിലും ഇതുപോലെ ലൈറ്റും ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ മെയിൻ സ്പോട്ട് വരുന്നത് ഇവിടെയല്ല. ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ തന്നെ നല്ല റഷാണ്. ഇവിടെ ഡ്രസ് ഐറ്റംസിൻ്റെ ഒരു ഏരിയ ആണ് ഈ ഭാഗം. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ചീപ്പ് റേറ്റ് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ കഴിവാണ്, വില പേശി എടുക്കാൻ കഴിവുണ്ടെങ്കിൽ സംഭവം റെഡിയാണ്. ഇവിടെ ആഷിക്കൂടെ ഉണ്ട്. ആഷിക്ക ഒരു ഏരിയ ഫുൾ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ആണ്. പിന്നെ എല്ലാ കടകളിലും ഉണ്ട് കേട്ടോ ക്രിസ്മസിൻ്റെ ഐറ്റംസ്. നിങ്ങൾ വരുവാണെങ്കിൽ മേത്തർ ബസാറിലാണ് വരേണ്ടത്. ഓക്കെ, ഇതിനുള്ളിലേക്കാണ് മെയിൻ മാർക്കറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇടുങ്ങിയ വഴികളാണ്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു ടൈമിൽ ഇത്രയും തിരക്കാണെങ്കിൽ എന്തായാലും ആ ക്രിസ്മസിനോടുള്ള ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്നതായിരിക്കും നല്ലത്. നമ്മൾ പുറത്തൊരു ഷോപ്പിൽ വാങ്ങുന്നതിൻ്റെ എന്തായാലും ഒരു 1/3 പൈസ ഇവിടെ കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. നല്ല രീതിയിൽ വില പേശി എടുക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും കിട്ടും. ഇതുപോലെയുള്ള പല സാന്താക്ലോസിനെയും ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ പറ്റിയ പല ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നല്ല രീതിയിൽ ലൈറ്റെല്ലാം ഇട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ മാർക്കറ്റിൽ സാധനം വാങ്ങാൻ മാത്രമല്ല, ഇതുപോലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി സാധനമാണ്. അതിൻ്റെ ഒരു കളർ തീം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മാർക്കറ്റിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പല സാധനങ്ങളും വാങ്ങാൻ തന്നെ തോന്നിപ്പോകും. നല്ല രീതിയിൽ ലൈറ്റ് കൊണ്ടുള്ള ക്രിസ്മസ് ട്രീയും സ്റ്റാറുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവിടുന്നാണ് പല സ്ഥലങ്ങളിലേക്ക് ഹോൾസെയിലിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്. പുൽക്കൂട്ടിനുള്ളിൽ വെക്കുന്ന ഇതുപോലെയുള്ള സെറ്റുകൾ ചെറിയ പൈസ ഈ കാണുന്നത്. ഫുൾ സെറ്റിന് ഇതിൻ്റെയൊക്കെ റേറ്റ് 500 തൊട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഈ കാണുന്ന ഐറ്റംസ് എല്ലാം 20, 30, 6 ഇഞ്ചിൽ വരുന്ന സാധനങ്ങളാണ്. ഡിസംബർ മാസമാണ് ഈ മാർക്കറ്റിലെ മെയിൻ കച്ചവട സീസൺ. ലക്ഷങ്ങളുടെ കച്ചവടമായിരിക്കും ഇവിടെ നടക്കുന്നത്. ഒക്കെ വുഡിലൊക്കെ കുറേ ഫിനിഷ് ചെയ്ത കേട്ടോ. വുഡും പിന്നെ നല്ല രസമുണ്ട്. അവിടെ ഒരു സാധനം ഇവിടെ ഒറിജിനൽ ഐറ്റം, അവിടെ ഒറിജിനൽ സാധനം പോലെ 2100 രൂപയാണ് റേറ്റ്. ഈ ഐറ്റങ്ങളുടെ എല്ലാം പ്രൈസ് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഉണ്ണീശോ സെറ്റൊക്കെ നമുക്കൊരു 1500 തൊട്ടിട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതുപോലെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് പറയുന്നത്. അല്ലാതെ ഇതിൽ കുറച്ചുകൂടെ ലോ ക്വാളിറ്റി വരുമ്പോഴത്തേക്ക് ഇതിലും ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും. ഇതുപോലെയുള്ള വെറൈറ്റി ലൈറ്റുകൾ ഇവിടെയുണ്ട്. ഒരു കൂട്ടം വെറൈറ്റി ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഇതിൽ പലതും ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് എൻ്റെ കണ്ണ് ഇവിടെ ഉടക്കിയത്. ആരും ഒന്നും നോക്കി പോകുന്ന വെറൈറ്റി ആയിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ ഇതിന്. ഷോപ്പിൻ്റെ നെയിമൊന്നും ഞങ്ങൾ ഇതിൽ പറയുന്നില്ല. ആർക്കൊരു പ്രൊമോഷനായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആർക്കെങ്കിലൊക്കെ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമുക്കിവിടെ. സമയം ഇപ്പോൾ ഒരു 8 മണിയാണ്. ഈ തിരക്കാണ് അവിടെ കണ്ടത്. LED നക്ഷത്രങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള പേപ്പറും പ്ലാസ്റ്റിക്കിൻ്റെ നക്ഷത്രങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുള്ളായി തിളങ്ങി നിൽക്കുന്ന ട്രീസും. ഈ മാർക്കറ്റിൽ വരുവാണെങ്കിൽ നിങ്ങൾ നൈറ്റ് തന്നെ മാക്സിമം വരാൻ നോക്കുക. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ കുറേ ട്രീസ് ഇരിപ്പുണ്ട്. 3000 തൊട്ടിട്ടാണ് റേറ്റ് ഒക്കെ വരുന്നത്. 1800 രൂപയുടെ സാധനം കേട്ടോ. പ്രൈസ് ഇത് പ്രൈസ് അല്ലടാ, അത് കോടാ. കുറേ അപ്പൂപ്പന്മാർ ഇരിപ്പുണ്ട്. അപ്പൂപ്പന്മാർ ഇതെന്താ മൂന്ന് മറ്റേ അപ്പൂപ്പൻ്റെ വൈഫാന്ന് തോന്നുന്നു. അത്യാവശ്യം സൈസുള്ള സാധനങ്ങളാണ് കേട്ടോ. കൈ പിടിച്ചതിൻ്റെ സൈസോ ഇത്രയും വലിപ്പമുള്ള സാധനം. ആടുന്ന അപ്പൂപ്പനുണ്ടോ, ഇത് പിന്നെ ഏണി കയറി പോകുന്ന അപ്പൂപ്പൻ. ഈ ഒരു മാല ബൾബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാറുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസമാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സ്റ്റോറാണ് കേട്ടോ. അതിനുള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പ്രൈസും ഉണ്ട് അത്യാവശ്യം. ഈ ഒരു ഷോപ്പിൽ ഡെക്കർ ഐറ്റംസ് മാത്രമല്ല, ജഗ്, ഗ്ലാസ്, ക്രിസ്മസിന് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ കുറേ ഐറ്റംസ് നമ്മളിവിടെ കണ്ടു. കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെയൊക്കെ.
എനിക്ക് ഈ മാർക്കറ്റിൽ പിന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ ഒരു മുതലാണ്. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ആ ഷോപ്പിനുള്ളിലേക്ക് അങ്ങ് കയറി. ഇവിടെ അത്യാവശ്യം പ്രീമിയം ഹൈ ക്വാളിറ്റി സെറ്റുകളാണ് ഈ കാണുന്നത്. പല കളറിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും പ്രൈസ് നിങ്ങളോട് പറയുന്നില്ല. ഇതിനൊക്കെ എന്തായാലും ഒരു 3000-ന് മേലെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ ലൈറ്റൊക്കെ കത്തുന്നതാണ്. ആഷിക്കിൻ്റെ സൈസുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. അങ്ങനെ അവിടെ കുറേ നേരം തിരിഞ്ഞ് പുറത്തോട്ട് ചാടി. ഏകദേശം ഒരു 9 മണി 10 മണി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ തിരക്ക് കുറയും. ഞങ്ങൾ ഇറങ്ങാനായപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്ക് കുറഞ്ഞായിരുന്നു. ഒരു 9 മണിക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം തിരക്കില്ലാതെ മാർക്കറ്റിൽ കൂടെ പോകാൻ പറ്റും. മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ തന്നെ ഇപ്പോൾ ഫ്ലവർ ഷോയും നടക്കുന്നുണ്ട്. കൊച്ചിൻ മെഗാ ഫ്ലവർ ഷോ. ഡിസംബർ ഫസ്റ്റ് വീക്ക് ലാസ്റ്റോടെ ഇത് തീരുന്നതായിരിക്കും. കണ്ടെയ്നർ റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെയുള്ള കുറച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ കുത്തുപൊറോട്ട ഓർഡർ ചെയ്തു. നല്ല സ്പൈസിയാണ്. അങ്ങനെ എരിഞ്ഞു പോകഞ്ഞിരിക്കുമ്പോൾ ഒരു ലൈം സോഡയും കൂടെ അങ്ങ് പറഞ്ഞു. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു ചെറിയ സാധനം വാങ്ങിയായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് കൊച്ചിയിൽ ഇനി ഒരുപാട് സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട്. വീഡിയോസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റും മെൻഷൻ ചെയ്യുക.